ചടുക്കപ്പടുക്ക ഹായ് ഹലോ കൂട്ടുകാരെ, നമ്മളിന്നേ പേപ്പർ എടുത്തുണ്ട് കണ്ട. ഈ പേപ്പറിൽ നമ്മൾ പേന വരയാലും നമ്മൾ ഉണ്ണിയേശുവിന്റെ ജനനം കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുട്ടി വരയായിട്ട് അടിപൊളിയാക്കുകയാണ്. അപ്പൊ എല്ലാ കുട്ടി കൂട്ടുകാർക്കും ശിശുദിനാശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ വര കണ്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഓടിവാ ചങ്ങായിമാരെ. നമ്മുടെ കഥ തുടങ്ങാൻ പോകുന്നത് ഗലീലയിലെ കൊച്ചു പട്ടണത്തിൽ നിന്നാണ്. ഏതാണെന്നറിയാമോ ഗലീലയിലെ ആ സുന്ദരമായിട്ടുള്ള പട്ടണം? അത് നസ്രത്താണ്. വളരെ മനോഹരമായിരുന്നു. ഒച്ചപ്പാടുകളൊന്നുമില്ലാത്ത അന്തരീക്ഷമുള്ള നസ്രത്തിൽ ആട്ടിടയന്മാരും കർഷകരുമായിരുന്നു കൂടുതലും താമസിച്ചു കൊണ്ടിരുന്നത്. കഥയിൽ നമ്മൾ നസ്രത്തിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിലും നമ്മുടെ വരയിൽ നമ്മൾ ആദ്യം പുൽത്തൊട്ടി വരച്ചു കണ്ട ഉണ്ണിയേശുവിനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വര അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഥ ഒന്ന് കേൾക്കൂ. അങ്ങനെ നസ്രത്തിലെ കൊച്ചു പട്ടണത്തിൽ കൊച്ചു വീട്ടിൽ നിഷ്കളങ്കയായ മേരി എന്ന ചെറുപ്പക്കാരി താമസിച്ചിരുന്നു. മേരിയുടെ മാതാപിതാക്കൾ വയലിൽ ജോലിയെടുക്കുന്നവരായിരുന്നു. വയലിൽ ജോലിയെടുക്കുന്ന മാതാപിതാക്കളെ സഹായിക്കുകയും വീട്ടുജോലികൾ ചെയ്യുകയുമായിരുന്നു മേരി ചെയ്തിരുന്നത്. വളരെ അനുസരണയും സ്നേഹവും ഏവരോടും ദയോടും കരുണയോടൊക്കെ കൂടി പെരുമാറുന്ന മേരി ഏവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. അങ്ങനെയിരിക്കെ മേരിയുടെ വിവാഹം നിശ്ചയിച്ചു. നല്ലവളായ മേരിക്ക് മരപ്പണികൾ ചെയ്ത് ജീവിച്ചിരുന്ന നല്ലവനായിട്ടുള്ള ജോസഫിനെ തന്നെ വരനായിട്ട് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിവാഹത്തിന് മുമ്പ് മേരിക്ക് മുൻപിൽ വെളിച്ചമായിട്ട് ഗബ്രിയേൽ മാലാഖ ഒരു രാത്രിയിൽ കടന്നു വന്നു. തിളങ്ങുന്ന വെള്ളിച്ചിറകുകൾ വീശി കടന്നു വന്ന മാലാഖ ഇങ്ങനെ പറഞ്ഞു: ഒരിക്കലും എന്നെ പേടിക്കേണ്ടതില്ല, ഞാൻ ദൈവദൂതനാണ്. വിശേഷപ്പെട്ട ഒരു ദൗത്യത്തിന് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് കേട്ടതും മേരി കൈകൾ കൂപ്പി പറഞ്ഞു: എനിക്ക് ഒരു പേടിയുമില്ല. എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ദൗത്യം എന്തു തന്നെയായാലും അത് ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഞാൻ സന്തോഷവതിയാണ്. അങ്ങനെ നമ്മുടെ മേരി അനുഗ്രഹിക്കപ്പെട്ടവളായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മാലാഖ ഉടനെ തന്നെ മാലാഖ ചിറകുകൾ വീശി പറഞ്ഞു: നീ ഉടനെ തന്നെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. ആ പിഞ്ചു ബാലകന് യേശു എന്ന് പേര് വിളിക്കണം. ദൈവപുത്രനായി ജനങ്ങളുടെ നന്മയ്ക്കായി രക്ഷകനായി നിലകൊള്ളുന്നവനായി നിന്റെ മകൻ മാറും. ആ വാക്കുകൾ അങ്ങനെ പ്രതിധ്വനിച്ചു. സന്തോഷവും അത്ഭുതവും മേരിയുടെ കണ്ണുകളിൽ അങ്ങനെ തിളക്കം കൊണ്ടു. ഉടനെ തന്നെ ആ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് മാലാഖ അവിടുന്ന് ചെറുകാറ്റ് വീശിയതുപോലെ മെല്ലെ മാഞ്ഞുപോയി. ദിവസങ്ങൾക്ക് ശേഷം മേരി ഗർഭിണിയായി മാറി. നല്ലവനായ ജോസഫിനോട് മേരി മാലാഖ അന്ന് വന്ന് അറിയിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് അങ്ങനെ പറഞ്ഞു. ദൈവപുത്രൻ്റെ പിതാവായി മാറുന്നുവെന്നറിഞ്ഞതിൽ ജോസഫിന് അതിയായിട്ടുള്ള സന്തോഷമുണ്ടായി, ആഹ്ലാദമുണ്ടായി. അങ്ങനെ അധികം താമസിക്കാതെ തന്നെ ജോസഫും മേരിയും വിവാഹിതരായി മാറി. സന്തോഷത്തോടു കൂടി തന്നെ അവർ മുന്നോട്ട് കഴിഞ്ഞു. അങ്ങനെ സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് ആ കാലത്തെ രാജാവായിരുന്ന അഗസ്തോ സീസർ ജനസംഖ്യ കണക്കെടുക്കുവാൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പട്ടണത്തിലാണോ താമസിക്കുന്നത് ആ പട്ടണത്തിൽ ചെന്ന് നമ്മുടെ പേരും വിവരങ്ങളും അവിടെ രേഖപ്പെടുത്തി കൊടുക്കണം. ഇതായിരുന്നു രാജാവിൻ്റെ ഉത്തരവ്. ഈ ഉത്തരവ് വന്ന ഉടനെ തന്നെ ജോസഫിന് ബെത്ലഹേമിലേക്ക് പോകണമായിരുന്നു. കാരണം ജോസഫ് ബെത്ലഹേമിലാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടി വരയിൽ നമ്മൾ ഉണ്ണിയേശുവിനെ വരച്ചു. ഉണ്ണിയേശുവിൻ്റെ മാതാവ് മേരീനെ നമ്മൾ വരച്ച് കഴിഞ്ഞു. കാർട്ടൂൺ സ്റ്റൈലുള്ള വര അങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ട് വന്നിരിക്കെ തന്നെ നമുക്കൊരു പണി കിട്ടിയിട്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രാണി വന്നിങ്ങനെ പറന്ന് നമ്മുടെ പേപ്പറിലേക്ക് കയറി. കാരണം അപ്പോൾ നമ്മുടെ വര കുറച്ച് തെറ്റിപ്പോയി പെട്ടെന്ന് പേപ്പർ കീറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു കത്രിക എടുത്തിട്ട് കീറിയ ഭാഗം ചടുക്കോ പടുക്കോ എന്നും പറഞ്ഞാൽ കട്ട് ചെയ്താണ് മാറ്റി. അപ്പോൾ കീറിപ്പോയ പേപ്പറിൻ്റെ ഭാഗം നമ്മൾ കത്രിക ഉപയോഗിച്ച് അവിടെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ഭംഗി കൂട്ടാനായിട്ട് നമ്മളൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ഡാർക്കായിട്ടുള്ള കളറൊന്നും ഇല്ലാത്ത ഒരു ലൈറ്റ് ആയിട്ടുള്ള നിറമുള്ള ഒരു കളർ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട നമ്മൾ ഈ കട്ട് ചെയ്ത ഈ പേപ്പറിൻ്റെ അടിഭാഗത്തായിട്ട് നല്ലതുപോലെ പശാണ്ട് പുരട്ടി കൊടുക്കുകയാണ്. പശ ഇങ്ങനെ ടക്ക എന്ന് പറഞ്ഞ് വേഗം പുരട്ടി എടുത്തിട്ട് നമ്മൾ ഈ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല കറക്റ്റ് അളവിൽ അങ്ങോട്ട് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ കളർ പേപ്പറിൻ്റെ വശം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വേറെ സ്റ്റൈലായി കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളിനി ബാക്കിയുള്ള ഭാഗത്തുള്ള നമ്മുടെ വരകൾ അങ്ങനെ തകൃതിയിൽ അങ്ങനെ നടത്താൻ പോവുകയാണ്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ജോസഫിനെയാണ് വരയ്ക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ അപ്പനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് വരച്ച് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് കഥയും തുടരാട്ടോ. ഇനി നമുക്ക് കഥ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ കഥ ഒന്ന് കേൾക്കണം. ഈ നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ദൂരം നടക്കണം. അപ്പോൾ ജോസഫ് ആകെ വിഷമത്തിലായി. കാരണം കൂടെ പോകുമ്പോൾ മേരീനെ കൊണ്ടുപോകണം. അപ്പോൾ ഉടനെ തന്നെ ജോസഫ് ഒരു കഴുതേനെ കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ കഴുതയുടെ മുകളിൽ മേരീനെ ഇരുത്തിയിട്ട് ജോസഫ് കഴുതയുടെ കൂടെ ഇങ്ങനെ നടന്നു. എന്നിട്ട് മേരീനെയും കൊണ്ട് അവർ നേരെ ബെത്ലഹേമിലേക്ക് നടന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അങ്ങോട്ട് നടന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു പാട്ടിൻ്റെ ഒരു വരിയുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ എത്ര ദൂരത്തിലാണോ അല്ലേ? അങ്ങനെ ഫീൽ ചെയ്യുമല്ലോ നമുക്ക്. ഒരുപാട് ദൂരം ഇങ്ങനെ താണ്ടി ഇങ്ങനെ നടന്നു പോകണമല്ലോ. എന്തല്ലേ? അങ്ങനെ രാത്രിയോടുകൂടി തന്നെ ബെത്ലഹേമിൻ്റെ വഴിയോരത്തായിട്ട് എത്തിച്ചേർന്നു. ഒരു വിധത്തിൽ അങ്ങനെ നടന്ന് അവിടെ എത്തി. ക്ഷീണിതരായി തീർന്നിരുന്നു. ജോസഫും മേരിയും ക്ഷീണിതരായി മാറി. അവരവിടെ എത്തിച്ചേർന്നെങ്കിലും മതിയായിട്ടുള്ള വയറുവേദന മേരിക്ക് തുടങ്ങിയിരുന്നു.
അങ്ങനെ ജോസഫ് ഓരോ സ്ഥലങ്ങളിൽ വിശ്രമിക്കാനായിട്ട് അവിടെ ചെന്ന് ചോദിക്കാൻ തുടങ്ങി. വീടുകൾക്ക് മുന്നിലും വഴിയോരത്തുള്ള സത്രങ്ങൾക്ക് മുന്നിലൊക്കെ ഇങ്ങനെ ചെന്ന് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെയൊക്കെ നല്ല തിരക്കുകളായിരുന്നു. അവിടെ ഒന്നും ആരും ഒന്നും അനുവദിച്ചില്ല. ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ ചിലർ ചീത്ത പറഞ്ഞ് ആട്ടിപ്പായിച്ചു. മറ്റു ചിലരൊക്കെ രാത്രിയിൽ ശല്യം ചെയ്യാൻ വന്ന മട്ടിൽ കണ്ണ് തുറപ്പിച്ചിങ്ങനെ നോക്കി ആരാണത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്രോശിക്കുന്ന രീതിയിലൊക്കെ അവർ ആട്ടിപ്പായിച്ചുകൊണ്ടിരുന്നു. ഒരു കടമുറികളോ ഒരു വീടിൻ്റെ വാതിലുകളോ പോലും അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടില്ല. ജോസഫ് ഇത്തിരി വിഷമത്തിലായി മാറി. ഇനി ഒട്ടും സമയം കളയണത് ശരിയല്ല എന്ന് ജോസഫിന് മനസ്സിലായി. മേരിക്ക് വേണ്ടിയിട്ട് ഒരിടം കണ്ടെത്തുവാൻ ആ രാത്രി തന്നെ ജോസഫ് പിന്നെയും ഒത്തിരിയേറെയൊക്കെ അലഞ്ഞു. മേരീനെയും ആ കഴുതേനെ ഒരിടത്ത് തന്നെ ആക്കിക്കൊണ്ട് ജോസഫ് ഒത്തിരിയേറെ അങ്ങനെ അലഞ്ഞു നടന്നു. പക്ഷെ ഒരു സ്ഥലവും കിട്ടിയില്ല. ഒടുവിലായിട്ട് അങ്ങനെ ജോസഫിൻ്റെ മുന്നിൽ അങ്ങനെ അലഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാലിത്തൊഴുത്ത് കാരണം കണ്ണിപ്പെട്ടു. പിന്നെ വേഗം തന്നെ ജോസഫ് ആ കാലിത്തൊഴുത്തിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പശുക്കളും ആടുകളൊക്കെ അവരെ കണ്ടപ്പോൾ, അതായത് ജോസഫിനെയും മേരിയെയും ഈ കഴുതേനൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ മാറി നിന്ന് കൊടുത്തു. അവരിങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ട് മാറി നിന്ന് കൊടുത്തു. ഉടനെ തന്നെ അവിടെ പുതിയ വൈക്കോൽ ഉണ്ടായിരുന്നു ഏറെ. അപ്പോൾ ജോസഫ് ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ആ പുതിയ വൈക്കോൽ കൊണ്ട് ജോസഫ് മേരിക്ക് കിടക്കാനായിട്ടൊരു മെത്ത അങ്ങോട്ട് ഒരുക്കി. അവിടെ ജോസഫ് മേരി നസ്രത്തിൽ നിന്ന് പുറപ്പെട്ട ആ സമയത്ത് ജോസഫ് കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ആ തുണികളിൽ കുറച്ച് നല്ല തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ചെറിയൊരു മറ പോലെയൊക്കെ ഇങ്ങനെ കെട്ടിയൊക്കെ ഒരുക്കി കൊടുത്ത് എന്നിട്ട് ജോസഫ് കാത്തിരുന്നു. അങ്ങനെ രാത്രിയോടെ നിശബ്ദയാമത്തിൽ മേരി ഒരു പിഞ്ചിളം കുഞ്ഞിനെ പിറവി കൊടുത്തു. അതാണ് നമ്മുടെ ഉണ്ണീശോ. ജോസഫിനും മേരിക്കും അതീവ സന്തോഷം വന്നു. അവരുടെ മുഖത്ത് ഇങ്ങനെ പ്രകാശം ജ്വലിക്കുന്ന പോലെയായിരുന്നു സന്തോഷം ഇരച്ചു വന്നത്. അതുപോലെ തന്നെ കൊച്ചു ആട്ടിൻകുട്ടികളും പശുക്കളും കഴുതയും എല്ലാവരും സന്തോഷത്തോടു കൂടി നമ്മുടെ ഉണ്ണീശോനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നു. അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് തന്നെ ഒരു സംരക്ഷണ വലയം തന്നെ ആ കൊച്ചു കാലിത്തൊഴുത്തിൽ അവർ തീർത്തിരുന്നു. അപ്പോൾ ആ ഒരു ചിത്രമാണ് നമ്മൾ വരച്ച് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, കൊച്ചു വരയാൽ നമ്മൾ അങ്ങനെ വരച്ച് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കഥ തീർന്നിട്ടില്ലാട്ടോ. അതായത് കുന്നിൻ ചെരിവുകൾക്ക് മുകളിൽ ആടുകളെ മേച്ചിരുന്ന 2 ആട്ടിടയന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മുന്നിലായിട്ട് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു വെള്ളി നക്ഷത്രം അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ ഉണ്ണീശോ ജനിച്ച ഉടനെ തന്നെ വെള്ളി നക്ഷത്രം ആകാശത്ത് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ ആ വെള്ളി നക്ഷത്രം ആട്ടിടയന്മാർക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ട് ചിറകടിയാൽ വരുന്നൊരു മാലാഖയായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ട് ഭയപ്പെടേണ്ട, ദൈവപുത്രൻ പിറവിയെടുത്തിരിക്കുന്നു. ഈ വാർത്ത അറിയിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വന്നത്. കാലിത്തൊഴുത്തിൽ പശുത്തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ സമാധാനത്തോടെ പോയി കാണുക. അവൻ്റെ പേര് യേശു എന്നാണ്. ഗ്രാമങ്ങളിൽ ചെന്ന് ഈ കുഞ്ഞിൻ്റെ ജനന വാർത്ത അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ മാലാഖ അവിടുന്ന് കടന്നുപോയി. ലോകരക്ഷയ്ക്കായി ജനനന്മയ്ക്കായി ദൈവപുത്രൻ പിറവിയെടുത്തിരിക്കുന്നു എന്ന വാർത്ത കേട്ടതോടുകൂടി തന്നെ ആട്ടിടയന്മാർ അതീവ സന്തോഷത്തോടു കൂടി ഓടി. അവർ അങ്ങനെ ഓടി അലഞ്ഞ് അവർ അങ്ങനെ പശുത്തൊഴുത്തിനരികിലേക്ക് എത്തി. കാരണം അവർക്ക് മുന്നിലേക്ക് ഇങ്ങനെ വെളിച്ചം മുന്നിലേക്ക് ഇങ്ങനെ വഴികാട്ടിയായിട്ട് മുന്നോട്ട് നീണ്ടുപോയിക്കൊണ്ടിരുന്നു. അവരവിടെ ചെന്നതും ഈ പിഞ്ചിളം കുഞ്ഞിനെ കണ്ടതും മുട്ടുകുത്തി കൈകൂപ്പി വണങ്ങി. ആ നിമിഷം തന്നെ ആകാശത്തിലേക്ക് ഉയർന്ന വെള്ളി നക്ഷത്രത്തിൻ്റെ ശോഭയാൽ ജ്ഞാനികളായ 3 രാജാക്കന്മാർ ആഹ്ലാദത്താൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. ലോകരക്ഷകന് മുന്നിലേക്ക് അവർ കടന്നു വന്നു. അവരുടെ കയ്യിൽ നിറയെ സമ്മാനങ്ങളുണ്ടായിരുന്നു. പൊന്നും കുന്തിരിക്കൊക്കെ ആയിട്ട് അവർ നമ്മുടെ ഉണ്ണീശോനെ കാണാൻ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണീശോയുടെ കഥ. അപ്പോൾ ഉണ്ണീശോയുടെ കഥയ്ക്കൊപ്പം നമ്മൾ കുട്ടിയായിട്ടുള്ള വരകളാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ 3 രാജാക്കന്മാരെ ആട്ടിടയന്മാരൊന്നും വരച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കാർട്ടൂൺ സ്റ്റൈലിലുള്ള ഈ കുട്ടി വര? അപ്പോൾ ലോകം മുഴുവനുള്ള കുഞ്ഞുങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിച്ച നമ്മുടെ ഉണ്ണീശോയുടെ കഥ നമ്മൾ പറഞ്ഞു പോയപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. അപ്പോൾ ലോകം മുഴുവനുള്ള എല്ലാ കൂട്ടുകാർക്ക് നമ്മൾ ശിശുദിനാശംസകൾ നേരെയുണ്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ പുതുപുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.